ഹലോ ഗൈസ്, എല്ലാവർക്കും ടെക് പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു യൂസ്ഡ് റിവ്യൂ ആണ്. നമ്മൾ ഒരു വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലോജിടെക്കിൻ്റെ വയർലെസ് കീബോർഡിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. ഇതൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനായിട്ട് ഒന്നും മറക്കരുത്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ലോജിടെക്കിൻ്റെ കീബോർഡിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. അപ്പം വലിയൊരു കീബോർഡിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോക്സിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മൾട്ടി ഡിവൈസ് ആണെന്നാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. K380 എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മുടെ ഈ ഒരു കീബോർഡിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. ഇതൊക്കെ ഏതൊക്കെ ഇതിൽ ഡിവൈസിലൊക്കെ വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യും, അതുപോലെ തന്നെ ഫോൺ, അതുപോലെ തന്നെ ടാബ്ലറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് വിൻഡോസ്, മാക്ക്, ക്രോം OS, ആൻഡ്രോയിഡ്, iOS, ആപ്പിൾ TV ഇതിലെല്ലാത്തിലും ബ്ലൂടൂത്ത് സപ്പോർട്ടിങ്ങും നമ്മുടെ കമ്പനി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ലൈഫും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട്. 24 മന്താണ് ഇതിൻ്റെ ബാറ്ററി ലൈഫ് കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളോട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് ഓൺ എനിത്തിങ്, എന്തിൽ വേണമെങ്കിലും നമുക്ക് ഇത് ടൈപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ ടാബിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് സെർച്ചസ് യൂസ് ചെയ്യാൻ പറ്റും. സെർച്ച് ചെയ്യാനൊക്കെ ആയിട്ട് അതുപോലെ തന്നെ ടൈപ്പിംഗ് എന്ത് വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഈസി സ്വിച്ചാണ്, സിമ്പിളായിട്ട് ഇത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ ടേക്ക് ടു ടൈപ്പ് സ്റ്റൈൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ടൈപ്പ് വെയർ എവർ യു ലൈക്ക് ഓൺ ദ ഡിവൈസ് ഓഫ് യുവർ ചോയ്സ്. ഇതൊക്കെയാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് കേട്ടോ. ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാൻ നോക്കിയാലോ. ഇത് അൺബോക്സ് ചെയ്യാനൊന്നുമില്ല, കാരണം നമ്മളിത് ഓൾറെഡി അൺബോക്സ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് ഇത്രയും കാലം യൂസ് ചെയ്തിട്ട് ഒരു കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്കിത് എടുക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മളിത് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഇൻഹാൻഡ് ഫീലാണ് നമ്മുടെ ഈ ഒരു ലോജിടെക്കിൻ്റെ K380 എന്ന് പറഞ്ഞൊരു കീബോർഡ് നമുക്ക് തരുന്നത് കേട്ടോ. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള സ്വിച്ച് മോഡൽസും, അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് ആയാലും വളരെ ലോ വെയിറ്റ് ആണ്. കാണുമ്പോൾ കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലും നമുക്കിത് പിടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ, നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കീബോർഡ് തന്നെയാണ് നമ്മുടെ ലോജിടെക്കിൻ്റെ ഈ ഒരു കീബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിൽ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വാറണ്ടി പേപ്പേഴ്സ്, അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ കമ്പനി 2 ബാറ്ററിയും ഇതിൽ ഓൾറെഡി കൊടുത്തു വെച്ചിട്ട് നമ്മുടെ ക്ലോക്കിലും കാര്യങ്ങളൊക്കെ ഇടാവുന്ന സിമ്പിൾ ബാറ്ററിയാണ്. നമ്മുടെ റിമോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാവുന്ന ബാറ്ററീസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മാനുവലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഇതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കടക്കാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു മാറ്റ് ഫിനിഷിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കീബോർഡ് എന്ന് പറയുന്നത് ഒരുപാട് സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അഡീഷണൽ സ്വിച്ചസും നമ്മുടെ സാധാ കീബോർഡുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ പർപ്പസുകൾക്കും വേണ്ടിയിട്ട് അഡീഷണൽ സ്വിച്ചസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു കീബോർഡിലുണ്ട്. നമ്മുടെ എഡിറ്റിംഗ് പർപ്പസ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇതിലുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ 3 യെല്ലോ സ്വിച്ചസ് കാണാം. അതാണ് ഇതിലത്തെ മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഡിവൈസ് 3 മറ്റ് അതർ ഡിവൈസായിട്ട് ഒരേ സമയം കണക്ട് ചെയ്യാവുന്നതിനുള്ള ഒരു സംഭവമാണ് ആ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബ്ലൂടൂത്തിൻ്റെ ഐക്കൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 1 2 3 എന്ന് പറഞ്ഞിട്ടാണ് അതിന് ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടാബിൽ വേണമെങ്കിൽ ഒരു സമയത്ത് യൂസ് ചെയ്യാം, അത് ലാപ്ടോപ്സ്, മൊബൈൽസ്, അങ്ങനെ 3 ഡിവൈസിൽ ഒരേ ടൈമിൽ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ നമുക്കൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ നോർമലായിട്ടുള്ള വിട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു ഡിവൈസിന് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഒരുപാട് വെയിറ്റ് എന്ന് പറയാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നമ്മുടെ ബാറ്ററി ഇട്ടിട്ട് നമുക്ക് ഇതിനൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാറ്ററി എടുത്ത് നമുക്ക് ഓൺ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് ബാക്കിൽ ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ നോർമലായിട്ടുള്ള ബാറ്ററീസും കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് മാറ്റിയിടാൻ പറ്റാവുന്നൊരു സജ്ജീകരണം കൂടിയും നമുക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റാവുന്നതാണ് കേട്ടോ. ഒരുപാട് പൈസയൊന്നും വരാത്ത ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ സ്വിച്ച് വരുന്നത്, ഓൺ സ്വിച്ച് വരുന്നത് നമുക്കിത് ഈ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ ഓൺ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊരു ഗ്രീൻ ലൈറ്റ് നിങ്ങൾക്ക് അവിടെ കത്തിക്കണ കാണാം. അപ്പോൾ അത് ഓൺ ആയെന്നാണ് അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ അതുപോലെ തന്നെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം നമുക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കീബോർഡിൽ നിങ്ങൾ നോക്കി കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് 3 യെല്ലോ ബട്ടൺസ് നമുക്ക് കാണാനായിട്ട് പറ്റും. 1 2 3 എന്ന് പറഞ്ഞ 3 ബ്ലൂടൂത്ത് ഐക്കൺസോട് കൂടിയ ബട്ടൺസ് കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതിൽ നമ്മുടെ ഫസ്റ്റ് ബട്ടൺ എന്ന് പറയുന്നത് നമുക്ക് ഫോണായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതിന് മുകളിൽ ആ ഒരു ബട്ടൻ്റെ തൊട്ട് മേലെയായിട്ട് ഒരു വൈറ്റ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണായിട്ട് നമ്മുടെ കീബോർഡ് കണക്ട് ചെയ്യുക എന്നുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കീബോർഡിൽ നിന്ന് മൊബൈലിലേക്ക് ജസ്റ്റ് ഒന്ന് കണക്ഷൻ ചെയ്ത് നോക്കാം കേട്ടോ ഗൈസ്. പിന്നെ നമുക്ക് നമ്മുടെ മൊബൈലും ഇതായിട്ട് കണക്ട് ചെയ്യണം. അതിന് നമ്മൾ ആദ്യം നമ്മുടെ മൊബൈലിൽ നമ്മുടെ ബ്ലൂടൂത്ത് ഓപ്ഷൻ എനേബിൾ ചെയ്ത് നമുക്ക് നമ്മുടെ ഡിവൈസ് സെർച്ച് ചെയ്യണം. ഡിവൈസ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കീബോർഡ് K380 എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പെയറിങ്ങിന് നമ്മൾ കൊടുക്കാം. പെയറിങ്ങിന് കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റു ഡിവൈസിൻ്റെ പോലെയല്ല. ഈ ഒരു ഡിവൈസിൽ നമുക്കൊരു പ്രത്യേക ഒരു തരം കോഡ് നമ്മുടെ കമ്പനി കൊടുക്കുന്നുണ്ട്. ആ കോഡ് നമ്മുടെ കീബോർഡിൽ കറക്റ്റായിട്ട് അടിച്ചാൽ മാത്രമേ നമ്മുടെ ബ്ലൂടൂത്തും അത് നമ്മുടെ കീബോർഡും മൊബൈലും തമ്മിൽ കണക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന 549751 എന്ന് പറഞ്ഞ നമ്പർ നമ്മുടെ കീബോർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു സംഭവം പോയത് കണ്ട. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ സംഭവമൊക്കെ സക്സസ് ആയിട്ടുണ്ട്. നമ്മുടെ ഡിവൈസുകൾ രണ്ടും തമ്മിൽ പെയറിങ് ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പെയറിങ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവർക്ക് ചെറുതായിട്ട് ബുദ്ധിമുട്ട് തോന്നിയേക്കാം, പക്ഷേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്തിയത് ലോജിടെക്കിൻ്റെ വയർലെസ് കീബോർഡാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വാങ്ങി ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു കിടിലൻ കീബോർഡ് തന്നെയാണ്. വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. നമുക്ക് അത്യാവശ്യം 3000 രൂപ പ്രൈസ് റേഞ്ച് വരുന്നുണ്ടെങ്കിലും അതിനകത്ത് മികച്ചു നിൽക്കുന്ന ഒരു കിടിലൻ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ ലോജിടെക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ അടത്താനൊന്നും മറക്കരുത്. തീർച്ചയായിട്ടും കമൻറ്റ് അടിക്കാനും ശ്രമിക്കുക. അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.